അല്ല, എനിക്കിതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്യപ്പെട്ട വാർത്തകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ കേൾക്കുന്ന വാർത്തകൾ വസ്തുതയെങ്കിൽ കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ തോറ്റുപോകുന്ന നിലയിലുള്ള വാർത്തകളും വിവരങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഈ കാര്യത്തിന് അത് മറുപടി പറയേണ്ടത്. ഇത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പോൾ ആ കാര്യത്തിനകത്ത് നിലപാട് വ്യക്തമാക്കേണ്ടത് സത്യസന്ധമായ കാര്യങ്ങൾ ആർജവത്തോടുകൂടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരാൾ MLA പദവിയിൽ തുടരാൻ പാടുണ്ടോ? നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പരമപ്രധാനപ്പെട്ട മുഖങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹ മധ്യത്തിൽ തുടരാൻ പാടുണ്ടോ? ഈ കാര്യത്തിനകത്ത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. പക്ഷേ അതിലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നേതൃത്വത്തെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ എഴുത്തുകാരുൾപ്പെടെ മാധ്യമ പ്രവർത്തകരുൾപ്പെടെ പല ആളുകളും ഇതിനോടകം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. അപ്പൊ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ പറയുന്നു ഇത് അയാളുടെ മിടുക്കാണ് എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ അവസ്ഥ എന്നുള്ളത് അനാവരണം ചെയ്യപ്പെടുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, അനാവരണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഒക്കെയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാക്കേണ്ടത് അവരാണ്.